ഖത്തറിലെ ദോഹ എയർബേസ് ഇപ്പോൾ വെറും ഒരു ശൂന്യമായിട്ടുള്ള പ്രദേശം മാത്രമാണ്. സൂപ്പർ പവറായ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക കോട്ടയായിട്ടുള്ള അൽ ഉദൈദ് താവളത്തിൽ നിന്നും US യുദ്ധവിമാനങ്ങൾ ഒന്നടങ്കം അപ്രതീക്ഷിതമായിരിക്കുന്നു. വെറും ദിവസങ്ങൾക്കുള്ളിൽ റൺവേയിലെ വിമാനങ്ങളുടെ എണ്ണം 17-ൽ നിന്ന് 0 കുറഞ്ഞുവെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് അമേരിക്ക ഇത്തരം ഒരു അടിയന്തര ഒഴിഞ്ഞുപോക്കലിന് നിർബന്ധിതരാക്കിയത് ഇറാന്റെ IRGC നടത്തിയ മാരകമായിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ്. ഈ താവളത്തിലെ അതീവ സുപ്രധാനമായിട്ടുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററും റഡാർ സംവിധാനങ്ങളും ഇറാൻ മിസൈലുകൾ തകർത്തതായാണ് സ്വതന്ത്ര ഏജൻസികൾ നൽകുന്ന സൂചന. ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിൽ താവളം ഇനി ഒട്ടും സുരക്ഷിതമല്ല എന്ന് പെന്റഗൺ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. യുദ്ധം കൊണ്ടുവന്നത് അമേരിക്കയാണ്, യുദ്ധത്തിൽ ഇപ്പോൾ പേടിക്കുന്നതും അമേരിക്കയാണ്, ഒളിച്ചോടുന്നതും അമേരിക്കയാണ്. അതുകൊണ്ടാണ് തന്ത്രപ്രധാനമായിട്ടുള്ള തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ഇവിടെ നിന്ന് അടിയന്തരമായിട്ട് ഇസ്രയേലിലെ ഒവ്ദ ബെൻ ഗുരിയൻ താവളങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക ആധിപത്യത്തിന്റെ അന്ത്യമാണോ ഇത് കുറിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇറാൻ മിസൈലുകൾക്ക് മുന്നിൽ തകർന്നടഞ്ഞത് അമേരിക്കയുടെ അജയ്യത എന്ന അഹങ്കാരമാണ്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ വിരലനക്കങ്ങൾ നിയന്ത്രിച്ചിരുന്ന US സെൻട്രൽ കമാൻഡിന്റെ ഖത്തറിലെ ആസ്ഥാനം ഇപ്പോൾ പൂട്ടേണ്ടി വരുന്ന അവസ്ഥയിലാണ്. ഔദ്യോഗികമായിട്ട് പെന്റഗൺ ഇത് സമ്മതിച്ച് തരില്ലെങ്കിലും പുറത്തു വരുന്ന ആകാശ ദൃശ്യങ്ങൾ കള്ളം പറയുകയില്ല. ഇറാൻ നടത്തിയ മാരകമായിട്ടുള്ള മിസൈൽ ആക്രമണത്തിൽ അൽ ഉദൈദ് താവളത്തിന്റെ ഹൃദയഭാഗമായിട്ടുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും കനത്ത നാശനഷ്ടം സംഭവിച്ചതായിട്ട് അന്താരാഷ്ട്ര സ്വതന്ത്ര ഏജൻസികൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിൽ താവളം ഇനി ഒട്ടും സുരക്ഷിതമല്ല എന്ന് പെന്റഗൺ തിരിച്ചറിഞ്ഞതോടെയാണ് തന്ത്രപ്രധാനമായിട്ടുള്ള തങ്ങളുടെ KC-135 സ്ട്രാറ്റോ ടാങ്കർ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഇവിടെ നിന്ന് അടിയന്തരമായിട്ട് ഇസ്രായേലിലേക്ക് മാറ്റുന്നത്. പെട്ടെന്നുള്ള ഒരു ഒഴിഞ്ഞുപോക്കലാണ്. അതായത് ഈ യുദ്ധത്തിൽ ഇനി നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രഹരമുണ്ടാകും, ഉള്ള വിമാനങ്ങളും കൂടി കത്തിപ്പോകും എന്നുള്ള ഒരു തിരിച്ചറിവ് അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുകയാണ്, ട്രംപിന് ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെന്റഗൺ പെട്ടെന്നൊരു അടിയന്തര നടപടികൾ എടുക്കുകയാണ്. എല്ലാം വാരിക്കുട്ടി പറക്കി ഓടുക എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ തന്നെ അവിടുന്ന് ഈ പറയുന്ന യുദ്ധവിമാനങ്ങൾ മാറ്റുകയാണ്. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിൽ നിന്ന് US വ്യോമസേന വിമാനങ്ങൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുന്നതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ താവളങ്ങളിൽ ഒന്നായിട്ടുള്ള ഇവിടെ നിന്ന് വിമാനങ്ങൾ ഇത്തരത്തിൽ പെട്ടെന്ന് മാറ്റിയത് വലിയ സൈനിക നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ താവളത്തിലെ വിമാനങ്ങളുടെ എണ്ണം 17-ൽ നിന്ന് പെട്ടെന്നാണ് 0 കുറയുന്നു എന്ന് ഈ ആകാശ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. തുടക്കത്തിൽ 17 വിമാനങ്ങൾ ഉണ്ടായിരുന്ന റൺവേയും പാർക്കിംഗ് ഏരിയകളും പിന്നീട് പൂർണ്ണമായിട്ടും ശൂന്യമാകുന്ന ദൃശ്യങ്ങളാണ് ഉപഗ്രഹങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് അൽ ഉദൈദ് താവളത്തിന് നേരെ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഈ ഒഴിഞ്ഞുപോക്കൽ നടന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ ഇറാന്റെ ആക്രമണത്തിൽ അമേരിക്ക വല്ലാതെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നീക്കം നടത്തിയിരിക്കുന്നത് എന്നത്. ഈ താവളത്തിലെ സുപ്രധാന സാങ്കേതിക സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം നടന്നിരുന്നത്. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വ്യോമാക്രമണങ്ങൾ നിയന്ത്രിക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനും റഡാർ സംവിധാനങ്ങൾക്കും കനത്ത നാശനഷ്ടം സംഭവിച്ചതായിട്ട് ഈ സ്വതന്ത്ര ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത് താവളത്തിന്റെ പ്രവർത്തനത്തെ താൽക്കാലികമായിട്ട് ബാധിക്കുകയും ചെയ്തു. താവളത്തിൽ ഉണ്ടായിരുന്ന US-ന്റെ നിരവധി KC-135 സ്ട്രാറ്റോ ടാങ്കർ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇസ്രയേലിലെ ബെൻ ഗുരിയൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒദ്വ വ്യോമതാവളത്തിലേക്ക് അടിയന്തരമായിട്ട് മാറ്റിയതായിട്ട് ഈ ഫ്ലൈറ്റ് ട്രാക്കിംഗ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അൽ ഉദൈദ് വ്യോമതാവളം ഇറാനിൽ നിന്നും വെറും 100 മൈൽ മാത്രം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇറാന്റെ ഹ്രസ്വദൂര മിസൈലുകളുടെയും ഡ്രോണുകളുടെയും എളുപ്പത്തിലുള്ള പരിധിയിൽ അല്ലെങ്കിൽ വരുത്തുന്നതിനാൽ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന യുദ്ധവിമാനങ്ങൾ അവിടെ നിർത്തിയിടുന്നത് സുരക്ഷിതമല്ല എന്ന് പെന്റഗൺ വിലയിരുത്തി. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ സൈനിക പ്രവർത്തനങ്ങളുടെ പ്രധാന ആസ്ഥാനമായിട്ടുള്ള US സെൻട്രൽ കമാൻഡ് ഫോർവേഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈ താവളത്തിലാണ് പ്രവർത്തിക്കുന്നത്. കനത്ത ആക്രമണ പശ്ചാത്തലത്തിൽ സൈനികരോട് റിമോട്ടായിട്ട് ജോലി ചെയ്യാനും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അമേരിക്ക ഈ ഒരു യുദ്ധത്തെ വല്ലാതെ ഭയക്കുന്നു, ആകെ മൊത്തത്തിൽ പേടിയാണ്.
അതായത് US എടുക്കുന്ന നിലപാട് ഇപ്പോൾ ഒരു പിന്മാറ്റമായിട്ട് മാറുകയാണ്. ഈ താവളത്തിൽ നിന്നുള്ള വിമാനങ്ങളുടെ പെട്ടെന്നുള്ള ഒഴിഞ്ഞുപോകൽ എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമാണ്. അതായത് US ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഇത് തങ്ങളുടെ സൈനിക ആസ്തികൾ സംരക്ഷിക്കാനുള്ള ഒരു മുൻകരുതൽ നടപടി മാത്രമാണെന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. അൽ ഉദൈദ താവളത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് കുവൈറ്റ്, UAE, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളും അല്ലെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള യുദ്ധം ഉണ്ടാകുമോ, ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഭീതിയിലാണ്. അവിടെ അതുകൊണ്ടൊരു ജാഗ്രത കൊടുത്തിട്ടുണ്ട്. ഇനി ഇറാനിൽ നിന്നുള്ള മിസൈൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ തന്നെ ഈ താവളങ്ങളിലെ വിന്യാസത്തിലും മാറ്റങ്ങൾ വരുത്തിയേക്കാം. ഒന്നാമത്തെ കാര്യം, യുദ്ധത്തിൽ കനത്ത നഷ്ടമുണ്ടാകുന്ന ഒരു രാജ്യമായിട്ട് അമേരിക്ക മാറുകയാണ്. അവിടെ ഇപ്പോൾ ഒളിച്ചോടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനു മുമ്പ് യുദ്ധം നടന്ന സമയത്ത് ബങ്കറിനുള്ളിൽ ഒളിച്ചോടുന്ന പ്രസിഡന്റിനെയാണ് കണ്ടത് എങ്കിൽ ഇന്ന് അവരുടെ ഈ അത്യാധുനികമായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ മാറ്റുന്ന രീതിയാണ് കാണുന്നത്. എന്തായാലും വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറുമ്പോൾ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങളുടെ ഭാവി തന്നെയാണ് ഇതിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ആകെ ഒരു തെറ്റ് മാത്രമാണ് ഇവരവിടെ ചെയ്തത്. അതായത് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ അവിടെ നിലനിർത്താൻ വേണ്ടി സൗകര്യമൊരുക്കി. ആ ഒരു ഒറ്റ തെറ്റിലാണ് മിഡിൽ ഈസ്റ്റ് ആകെ മൊത്തത്തിൽ പുകയുന്നത്. ഈ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സൈനിക നിലപാടുകളെയും വ്യോമാധികാരത്തെയും വരും ദിവസങ്ങളിൽ പുനഃക്രമീകരിക്കാൻ നിർബന്ധിതമാക്കുമെന്നതിൽ സംശയമില്ല. ഈ ഖത്തറിലെ അൽ ഉദൈദ താവളത്തിൽ നിന്നുള്ള US യുദ്ധവിമാനങ്ങളുടെ അടിയന്തര പിൻവാങ്ങൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ പരമാധികാരത്തിന് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം ദശാബ്ദങ്ങളായിട്ട് മേഖലയിലെ ഏറ്റവും വലിയ വ്യോമതാവളം എന്ന് വിശേഷിപ്പിച്ചിരുന്ന കേന്ദ്രത്തിൽ നിന്ന് ഇത്തരത്തിൽ ഒഴിഞ്ഞു പോകേണ്ടി വന്നത് പശ്ചിമേഷ്യയിൽ വാഷിംഗ്ടൺ പുലർത്തിപ്പോന്ന സൈനിക ആധിപത്യത്തിന്റെ തകർച്ചയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് വിമാനങ്ങൾ ഒജ്വ, ബെൻഗുരിയൻ താവളങ്ങളിലേക്ക് മാറ്റിയതിലൂടെ US തങ്ങളുടെ സൈനിക മുൻഗണനകൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാനുമായിട്ട് ഗൾഫ് മേഖലയിൽ വെച്ച് നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം ഇസ്രയേലിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനം ഉപയോഗിച്ച് തിരിച്ചടിക്കാനാണ് അമേരിക്കയുടെ നീക്കം. ഈ വരും ദിവസങ്ങളിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നേരിട്ടുള്ള വ്യോമാക്രമണം അല്ലെങ്കിൽ ആ ആക്രമണങ്ങൾ രൂക്ഷമാകുന്നതിന് ഇതൊരു പക്ഷേ കാരണമായേക്കാം. ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണിലെ വിദേശ സൈനിക സാന്നിധ്യം പരോക്ഷമായിട്ട് പുനഃപരിശോധിക്കാൻ ഈ ഒരു സംഭവം വഴിവെക്കും. അമേരിക്കൻ താവളങ്ങൾ തങ്ങളുടെ രാജ്യത്ത് നിലനിർത്തുന്നത് ഇറാന്റെ മിസൈൽ ഭീഷണി സ്വന്തം മണ്ണിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്ന് ഈ രാജ്യങ്ങൾ തിരിച്ചറിയുന്നു. ഇത് മേഖലയിലെ പ്രാദേശിക കൂട്ടായ്മകളുടെ സുരക്ഷാ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. ഇനി US വ്യോമസേനയുടെ ഈ ഒരു നാടകീയമായിട്ടുള്ള പിൻവാങ്ങൽ ആഗോളതലത്തിൽ വലിയ ഇന്ധന പ്രതിസന്ധിക്കും സാമ്പത്തിക അസ്ഥിരതയ്ക്കും കാരണമാകുമെന്ന ആശങ്ക ശക്തമാണ്. മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ സമവാക്യങ്ങൾ പൂർണ്ണമായിട്ടും മാറുമ്പോൾ ലോകശക്തികൾ അടിയന്തരമായിട്ട് ഇടപെട്ട് ഒരു നയതന്ത്ര പരിഹാരം കണ്ടെത്താത്ത പക്ഷം പശ്ചിമേഷ്യ നിയന്ത്രണാതീതമായ ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴി തുറക്കുമെന്നുള്ള കാര്യത്തിലേക്കാണ് പോകുന്നത്. ഇനി ഞാൻ പറഞ്ഞു വന്നതിലേക്ക് വരാം. അതായത് ഈ യുദ്ധത്തിൽ വലിയൊരു പരാജയം അമേരിക്കയ്ക്ക് ഉണ്ടാകുകയാണ്. ഒന്ന് പിൻവാങ്ങൽ, രണ്ടാമത്തെ സാമ്പത്തികമായിട്ട് നഷ്ടം. ഇതെല്ലാം ഇറാന് സംഭവിക്കുന്നുണ്ട് എങ്കിലും ഈ പിൻവാങ്ങൽ എന്ന് പറയുന്ന കാര്യം മാത്രം ഇറാൻ സ്വീകരിക്കുന്നില്ല. എന്തൊക്കെ വന്നാലും ശരി, യുദ്ധം മുന്നോട്ട് പോകും അല്ലെങ്കിൽ നേരിടും എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഇറാന്റെ നിലപാട് എങ്കിൽ ഇറാന്റെ ആയുധങ്ങളോ അല്ലെങ്കിൽ ഇറാന്റെ ജനതയോ അവിടെ നിന്ന് ഒരടി പിന്നോട്ടില്ല എങ്കിലും അമേരിക്കയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വളരെ തിരിച്ചാണ്. അതായത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ മാറ്റുന്നു, സൈനികർ ഒളിച്ചോടുന്നു, അങ്ങനെയുള്ള പലതരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പോൾ ഈ വാർത്തകൾ വരുമ്പോൾ അമേരിക്കയുടെ നിലപാടും അമേരിക്കയുടെ സ്വഭാവം നമുക്ക് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതായത് യുദ്ധത്തിൽ ഇനി തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഏതെങ്കിലും തരത്തിൽ ആക്രമണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ നാശനഷ്ടം ഉണ്ടാകും എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യം അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ഒളിച്ചോടുന്നത്. എന്തായാലും ഒളിച്ചോടി അമേരിക്ക എവിടം വരെ പോകും എന്നതാണ് നോക്കിക്കാണേണ്ടത്. ഇപ്പോൾ ഇന്ന് നടക്കുന്ന ഒരു യുദ്ധത്തിന്റെ രീതി അനുസരിച്ച് ഇറാൻ അതികഠിനമായിട്ടാണ് ഈ ഓരോ ദിവസത്തെയും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. ഇനി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയും ആക്രമണം അഴിച്ചുവിടുമെന്നാണ് പറയുന്നത്. അത് അമേരിക്ക മര്യാദയ്ക്ക് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തെ മര്യാദ രീതിയിൽ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ വരുന്ന പ്രഹരം എന്ന് പറയുന്നത് വലുതായിരിക്കും. ആ ഒരു വലിയ പ്രഹരം അവർക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല എന്നത് ഇപ്പോൾ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ ഈ യുദ്ധവിമാനങ്ങൾ കൊണ്ടുപോകുന്നതും പെട്ടെന്ന് മാറ്റുന്നതും അടിയന്തരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഈ ഒരു പരാജയത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇനി ഏത് തരത്തിലുള്ള രീതികളും നിലപാടുകളും സ്വീകരിച്ചാലും അതൊന്നും തന്നെ ഇറാന്റെ മുന്നിൽ വില പോകില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം.